എവരിവൺ, അപ്പൊ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ നടൻ ബാലയുടെ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ആയിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണിത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബാലയ്ക്കെതിരെ ഇപ്പോൾ എലിസബത്ത് ഒരുപാട് വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. ബാലയുടെ ഭാഗത്തു നിന്നാണെങ്കിൽ ഒരു തരത്തിലുള്ള റെസ്പോൺസും ഇല്ല. പക്ഷെ ബാല പലരെ കൊണ്ട് പല കാര്യങ്ങളും പറയാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും അങ്ങോട്ട് ഏൽക്കുന്നില്ല. അപ്പൊ അതാണ് അവസ്ഥ. ഈ വീഡിയോ ഞാൻ ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ, ബാലയുടെ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ നടന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അതിനകത്ത് ഈ ലിവർ കൊടുത്ത ഒരു വ്യക്തി, ഡോണർ ആയിരുന്ന ഒരു വ്യക്തി, ഈ ഒരു എലിസബത്തിനെതിരെ ഒരു വീഡിയോ ആയിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പൊ അതെന്താ വരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എലിസബത്ത് ബാലയ്ക്കെതിരെ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് ഇട്ട ഒരു പോസ്റ്റ് ആണിത്. അതിനകത്ത് ലിവർ ട്രാൻസ്പ്ലാന്റേഷനെ കുറിച്ച് ചെറുതായിട്ടൊന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട്. പിന്നീട് കുറച്ച് വോയിസും പുള്ളിക്കാരത്തി ഇട്ടിട്ടുണ്ട്. അതിനകത്ത് ഈ പറയുന്ന ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷനെ പറ്റി പറയുന്നുണ്ട്. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഈ പുള്ളിക്കാരി പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എലിസബത്ത് ബാലയ്ക്ക് ലിവർ കൊടുക്കാനായിട്ട് വില്ലിങ് ആയിരുന്നു. പക്ഷെ അതിനായിട്ട് പിന്നെ ഓരോ ടെസ്റ്റുകളോ കാര്യങ്ങളോ ഒന്നും നടത്തിയില്ല. ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും നടത്തിയില്ല എന്ന രീതിയിലാണ് പുള്ളിക്കാരി പറഞ്ഞു വെക്കുന്നത്. അപ്പൊ ഈ ലിവർ ട്രാൻസ്പ്ലാന്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ തരത്തിലുള്ള അലിഗേഷൻസ് ബാലയ്ക്കെതിരെ എലിസബത്ത് ഉന്നയിച്ചിട്ടുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ബാല ഒരു റിപ്ലൈ വീഡിയോ കൊടുത്ത സമയത്ത് ചെറുതായിട്ട് ബാല കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് അതൊന്ന് കേട്ടു നോക്കാം. ഇപ്പൊ അവകാശം, ഭർത്താവിന് അവകാശപ്പെടുന്നവര് ഒപ്പിടാണ് വരേണ്ടത്, ലിവർ കൊടുക്കാണ് വരേണ്ടത്. ജേക്കബ് എന്തിനാ എനിക്ക് ലിവർ തരണം? അപ്പൊ അവിടെ എന്താ സംഭവിച്ചത്? ജേക്കബ് എന്തിനാ എനിക്ക് ലിവർ തരണം? അപ്പോ അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഒരു കാര്യം കൂടെ പറഞ്ഞാൽ എല്ലാം തലതിരിഞ്ഞു പോകും. ഇപ്പോഴും എന്റെ നല്ല മനസ്സുകൊണ്ട് ഞാൻ വേണ്ട ചൊല്ലുന്നുണ്ടാക്കണ്ട, ബട്ട് കോടതിയെ നമ്മൾ ബഹുമാനിക്കുന്നു. ഇനി ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം എനിക്ക് ക്ലിയർ കട്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ജേക്കബ് എന്ന് പറയുന്ന വ്യക്തിയാണ് ബാലയ്ക്ക് ലിവർ കൊടുത്തത്. എന്തുകൊണ്ട് ജേക്കബ് ലിവർ കൊടുത്തു? അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് ബാല ഇവിടെ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ഈ പറയുന്ന ജേക്കബ് ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കാണാം. നമസ്കാരം, എൻ്റെ പേര് ജോസ് ജേക്കബ്. ഞാനാണ് ബാലചേട്ടൻ്റെ ഡോണർ. എലിസബത്ത് ചേച്ചിനെ കുറിച്ച് കുറേ വീഡിയോസ് ഞാൻ കണ്ടിരുന്നു. എനിക്ക് അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാനില്ല. പക്ഷേ അതിൽ എന്നെ കുറിച്ച് എലിസബത്ത് ചേച്ചി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കും. പേഷ്യൻ്റ് കൊടുത്ത ഡോണറെ സ്പോൺസർ ചെയ്തത്, പിന്നെ ഞാൻ കൊടുക്കാൻ തയ്യാറായിരുന്നു. എനിക്ക് മനസ്സിലാവും. ഓൾമോസ്റ്റ് സർജറി ചെയ്യുന്നതിന് 10 ദിവസം മുമ്പ് ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു. ഹോസ്പിറ്റലിൽ കുറേ ചെക്കപ്പൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനത്തെ ചെക്കപ്പിലൊക്കെ ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് എലിസബത്ത് ചേച്ചി ഉണ്ട്. ചേച്ചി അന്നൊന്നും എൻ്റെ അടുത്തൊന്നും പറഞ്ഞില്ല, ഞാൻ കൊടുക്കാൻ റെഡിയാണ്, സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് ഒന്നും സംസാരിച്ചിട്ടില്ല. ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് പോകില്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് കൊടുക്കണമെന്നുണ്ടായിരുന്നില്ല, മനസ്സിലായിരുന്നു. അപ്പോൾ അന്ന് പറയാത്ത ആളാണ് ഇന്ന് പറയുന്നത് ഞാൻ കൊടുക്കാൻ റെഡിയായിരുന്നു ഇവര്. പക്ഷെ ആരും സമ്മതിച്ചില്ല. ഡോക്ടർ, ആളൊരു ഡോക്ടറാണ്. ഇപ്പൊ ഡോക്ടറായ സ്ഥിതിക്ക് കൊടുക്കാന്ന് പറയുന്നത് ബ്ലഡ് അല്ല, ഇറ്റ്സ് എ ലിവറാണ്. ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാനായിട്ട് എന്തൊക്കെ പ്രൊസീജിയർ ഉണ്ടെന്ന് അതറിയുന്ന ആൾക്കാർക്ക് മാത്രമേ അറിയൂ. അപ്പൊ ഈ പുള്ളിക്കാരൻ പറയുന്നത് ഒരു 10 days ലിവർ ട്രാൻസ്പ്ലാന്റേഷന്റെ കാര്യവുമായി ബന്ധപ്പെട്ട് പുള്ളിക്കാരൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ പറഞ്ഞ എലിസബത്ത് ഞാൻ ലിവർ തരാമെന്നും പറഞ്ഞ് വന്നിട്ടില്ലെന്നാണ് പറയുന്നത്. ബാലയും അത് തന്നെയാണ് ആ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പൊ ലിവർ കൊടുക്കാൻ വേണ്ടിയിട്ട് എലിസബത്ത് വന്നില്ല, ഒപ്പിടാൻ വേണ്ടിയിട്ട് മാത്രമേ എലിസബത്ത് വന്നു എന്നാണ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു പുള്ളിക്കാരനെ ഇപ്പൊ രംഗത്തേക്ക് ബാലയാണ് ഇറക്കിയതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ വന്നിരിക്കുന്നത് ബാലയെ സപ്പോർട്ട് ചെയ്ത് വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ഒരു ചേച്ചിയുടെ യൂട്യൂബ് ചാനലിൽ. അപ്പൊ ഇതാണ് ആ ഒരു ചാനൽ. കംപ്ലീറ്റ് ബാലയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ആ ഒരു ചാനലിൽ ഫുൾ ഉള്ളത്. ഇത് ബാല PR വർക്ക് കൊടുത്തിട്ട് ഇവരെ അനുകൂലമായിട്ടുള്ള ആ ഒരു വീഡിയോസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തത് PR വർക്ക് കൊണ്ട് ചെയ്തതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം അത്രയ്ക്ക് ഗതികെട്ടവരാണ് ബാലയെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്തായാലും ഈ വീഡിയോ ഇട്ടിട്ട് പുള്ളിക്കാരി കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ എലിസബത്തിനെ ഒരു മാനസിക രോഗി ആക്കി മാറ്റാനുള്ള ഒരു നീക്കത്തിലാണ് ചേച്ചി. എന്നാലും ചേച്ചി പറയുന്ന കുറച്ച് കാര്യങ്ങളൊന്നും നമുക്ക് കേൾക്കാം. ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ ഒരു പെൺകുട്ടിക്ക്, ഇപ്പം ഏതൊരു പ്രായമായിരുന്നാലും ഒരു പെൺകുട്ടിക്ക് ഉണ്ടാവുന്ന ഒരു സംഭവമാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. ആ ഡിപ്രഷനെ നിങ്ങൾ ജനങ്ങൾ എല്ലാവരും കൂടി വളച്ചൊടിച്ചു അതിനെ വേറെ തരത്തിലേക്ക് ആക്കുന്ന ഒരു തരത്തിലാണ് ഇപ്പൊ പൊക്കോണ്ടിരുന്നത്. സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് എലിസബത്ത് ഉദയൻ തന്റെ ചാനലിൽ പലതര കാര്യങ്ങൾ ഈ പറയുന്ന എക്സ് ആയിട്ടുള്ള തന്റെ പാർട്ട്ണറിനെ കുറിച്ച്, അതും ഒരു ആക്ടറായിട്ടുള്ള ഒരു നടനായിട്ടുള്ള, അതെ മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം, ഇവർക്ക് തന്നെ അറിയത്തില്ല, നടൻ ആക്ടർ എന്നൊക്കെയാ പറയുന്നത്. നടനാണ് ബാല എന്ന് പറയുന്ന ഒരു നടൻ. ഇമേജ് കളയാൻ വേണ്ടിയിട്ടാണെന്നൊന്നും ഞാൻ ഇനി പറയുന്നില്ല. കാരണം ആ അതായത് ഒരു വളരെ വലിയൊരു എന്താ പറയണ്ട വലിയൊരു പ്രോബ്ലം ആണത്. ആ പ്രോബ്ലം നേരിട്ടും അല്ലാതെയും അറിയാമെന്നൊക്കെ പറഞ്ഞ് കുറെ പേര് റിയാക്ട് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് അതാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഒരു സ്ത്രീ എന്ന നിലയിൽ ഞാൻ പറയുന്നത്, ആ കുട്ടിക്ക് വേണ്ടത് ഒരു മെന്റൽ സപ്പോർട്ടാണ്. മെന്റൽ സപ്പോർട്ട് എന്ന് പറയുന്നത് ഒരിക്കലും സോഷ്യൽ മീഡിയ വഴി കിട്ടാൻ പോകുന്നില്ല.
അപ്പം അതുകൊണ്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആ കുട്ടിയെ എന്താണ് ആ കുട്ടിക്ക് വേണ്ടതെന്ന് മനസ്സിലാക്കി, അതായത് ഒരു മെന്റൽ സപ്പോർട്ട് എങ്ങനെയാണ് കിട്ടേണ്ടത് അത് ഞാൻ പറയേണ്ടത് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇനിയും ആ കുട്ടി ഇങ്ങനെ ഓരോന്നും പറയുകയാണെന്നുണ്ടെങ്കിൽ അടുത്തടുത്ത വീഡിയോകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഞാൻ ബാക്കി കാര്യങ്ങളൊന്നും ഇവിടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഞാൻ വീഡിയോയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. മലന്ന് കിടന്ന് തുപ്പരുത്. കുഴിയെ ഇങ്ങനെ കുഴിച്ച് അവസാനം ആ കുഴി തനിക്കുള്ളതാണ് എന്ന് വിചാരിച്ച് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. അതായത് ഇന്നലെ നൈറ്റ് ആയപ്പോഴത്തേക്കും വീണ്ടും മുഖം കാണിക്കാതെ മുഖം മറച്ചു വെച്ചിട്ട് ഒരു വീഡിയോ എലിസബത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. എലിസബത്ത് ഇട്ട വീഡിയോ ആക്ച്വലി ആ വീഡിയോ കാണാൻ തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നാറ് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് എന്താ പറയേണ്ടതെന്നോ എന്താ ചെയ്യേണ്ടതെന്നോ അറിഞ്ഞുകൂടാത്ത ഒരു സിറ്റുവേഷനിൽ, അതായത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ വാക്കിൽ ഇങ്ങനെ പറയാം, അസൂയ എന്നൊക്കെ പറയും. അതായത് തന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി മറ്റൊരാൾ സ്നേഹിക്കുന്നു, അതിനൊരു പൊസസീവ്നെസ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. അത് കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ചിലപ്പോൾ മരണം വരെ സംഭവിക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തിയെ ഞാൻ ഇത്രയധികം സ്നേഹിക്കുന്നു, അവരെ വിളിക്കാൻ പാടില്ല, ഇവരുടെ അടുത്ത് സംസാരിക്കാൻ പാടില്ല, ഒന്നും മിണ്ടാൻ പാടില്ല, പുറത്തു പോകാൻ പാടില്ല, ഇതൊരു ആക്ടറാണ്. അപ്പൊ ചേച്ചി പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞ കേട്ടില്ല, മലന്ന് കിടന്ന് തുപ്പരുത്, അതാണ് ഇതാണ്. ചേച്ചി ഇങ്ങനെ വാതോരാന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ ചേച്ചി എന്ന് പറയുന്ന വ്യക്തി എന്ന് പറയുന്നത് പുള്ളിക്കാരി ഈ മനോരോഗിയാക്കി മാറ്റാൻ നോക്കുവാണ് നമ്മുടെ എലിസബത്തിനെ. അതാണ് ഇവിടെ എനിക്ക് അതാണ് ഫീൽ ചെയ്യുന്നത്. പുള്ളിക്കാരി പറയുന്നത് കേട്ടിട്ട് എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം പുള്ളിക്കാരി പറയുന്നത് പൊസസീവ്നെസ് ആണ് എലിസബത്തിന് ബാലയോട് എന്നാണ് പറയുന്നത്. ആ ഒരു കാര്യം കൂടി എനിക്ക് തോന്നുന്നു. ശരിക്കും പറഞ്ഞ ഈ പൊസസീവ്നെസ്സിനൊക്കെ ഒരു പരിധിയില്ല. ഞാൻ അത് ആലോചിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ കൂടെ ഒരു ഗേൾ ഫ്രണ്ട് അല്ലെങ്കിൽ ബോയ് ഫ്രണ്ട് ഉണ്ട്, അവര് വേറൊരു ചെക്കനെ നോക്കുന്ന അല്ലെങ്കിൽ വേറൊരു പെണ്ണിനെ നോക്കുന്നത് നമുക്ക് പൊസസീവ്നെസ് ആയിരിക്കും. അതങ്ങനെ സ്വാഭാവികമാണ്. അത് ആണിനും പെണ്ണിനും അങ്ങോട്ടും ഇങ്ങോട്ടും പൊസസീവ്നെസ് ആയിരിക്കും, അതൊരു സ്വാഭാവികം. പക്ഷെ ഇത് തുണി മാറുന്ന കൂട്ട് നമ്മുടെ ബാല ഇങ്ങനെ പെണ്ണുങ്ങളെ മാറിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ പൊസസീവ്നെസ്സിനെക്കാളും അപ്പുറത്ത് വേറെ എന്തൊക്കെയോ ആണ് അടിക്കുന്നത്. ഇതിനെയൊന്നും പൊസസീവ്നെസ് എന്ന് പറഞ്ഞിട്ട് ചെറുതാക്കിയൊന്നും കാണല്ലേ. എന്റെ പൊന്നു ചേച്ചി തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ചേച്ചിക്ക് ഒരു ഭർത്താവ് ഉണ്ടെങ്കിൽ ചേച്ചീനെ കളഞ്ഞിട്ട് വേറൊരു പെണ്ണിന്റെ കൂടെ ഇങ്ങനെ നടക്കുന്നു, വേറൊരു പെണ്ണിനെ വീട്ടിൽ കയറ്റി റൂം അടയ്ക്കുന്നു, ഇതൊക്കെ ചെയ്യുമ്പോൾ അന്നേരം ചേച്ചിക്ക് പൊസസീവ്നെസ് ആണോ അടിക്കുന്നത്, അത് കണ്ണടിച്ച് പൊട്ടിക്കണമെന്നാണോ തോന്നുന്നത്? ശരിക്കും പറഞ്ഞാൽ ഇതിനെയൊന്നും പൊസസീവ്നെസ് എന്നൊക്കെ പറഞ്ഞ് ചെറുതാക്കി കാണിക്കല്ലേ ചേച്ചി. ഈ പറഞ്ഞ കാര്യം തന്നെ ലാസ്റ്റ് എലിസബത്ത് പറയുന്ന ഒരു വീഡിയോക്കകത്ത് കാണിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ ഞാനത് കേൾപ്പിച്ചു തരാം, കേട്ടോക്കൂ. അതായത് എന്തെങ്കിലും നമ്മളിപ്പോ പുള്ളിപ്പോ ഒരു 15 വയസ്സായിട്ടുള്ള സ്ത്രീ അല്ലെങ്കിൽ 19 വയസ്സായിട്ടുള്ള കുറെ ആൾക്കാരുണ്ട് കേട്ടോ. അവരെ പറ്റിയിട്ടൊക്കെ പറയാൻ വരുന്നുള്ളൂ. കുറെ കഥകളുണ്ട്. അപ്പൊ അവരിനൊക്കെ ഇങ്ങനെ റൂമിൽ കയറ്റിയിട്ട് ബെഡ്റൂമിൽ കയറ്റിയിട്ട് അങ്ങനെ നമ്മളതിനെ പുറത്ത് നിർത്തുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അപ്പൊ ചോദിക്കുമ്പോ എന്റെ അമ്മയെ പോലെയാണ്, എന്റെ ചേച്ചീനെ പോലെയാണ്, അതിന്റെ അമ്മേനെ ഇങ്ങനെ കയറ്റി അങ്ങനെ ഇത് ചെയ്യുമ്പോ ഇങ്ങനെ വിചാരിക്കും. ബാലചേട്ടൻ ഈ 19 വയസ്സുള്ള പെണ്ണുങ്ങളെയൊക്കെ വിളിച്ച് വീട്ടിൽ റൂമിൽ കയറ്റി വാതിലടച്ചിട്ട് പറയുന്നത് എന്തോ അമ്മയാണ്, ചേച്ചീനെ പോലെയാണ്, അമ്മേനെ പോലെയാണെന്നൊക്കെയാണ് പറയുന്നത്. അകത്ത് വേറെ പരിപാടിയാണെന്നുള്ളത് ബാക്കിയുള്ള എല്ലാവർക്കും മനസ്സിലാവും, ചോറ് തിന്നുന്ന ആർക്കാണെങ്കിലും. ഇതൊന്നും കൊണ്ടൊന്നും കഴിഞ്ഞില്ല. ഇനി US-ലെ ഒരു ചേച്ചിയുണ്ട്, ആ ചേച്ചിയുടെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, അതുകൂടെ ഒന്ന് കേട്ടോക്ക്. ആദ്യം 2008-2009 കാലയളവിൽ ഒരാളുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ആള് പക്ഷെ ഇപ്പോഴും കോണ്ടാക്ടിൽ ഉള്ളത് USA പ്രോഗ്രാം എന്നാണ് അവരുടെ കോള് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതാരാണെന്ന് ചോദിക്കുമ്പോ പറയും അത് USA-ൽ ഞാൻ കുറച്ച് പ്രോഗ്രാം ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഫോണിൽ സേവ് ചെയ്തിരിക്കുന്ന കേട്ടാ USA പ്രോഗ്രാം എന്ന്. ഇത് കേട്ടാ എങ്ങനെ ചിരിക്കാതിരിക്കും. ഞാനൊന്നും പറയുന്നില്ല എന്തായാലും കൂടുതൽ. കള്ളു കുടിച്ചിട്ട് ബോധമില്ലാത്ത സമയത്താണ് പറയണേ അത് ഇങ്ങനത്തെ ഒരാളാണ്. അവര് പിന്നെ അതും അന്നൊക്കെ ഇവര് കല്യാണം കഴിച്ചിട്ടുണ്ടെന്ന് പോലും എനിക്ക് അറിയണ്ടായിരുന്നില്ല. ഇഷ്ടമായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ ഇന്നെ ചതിച്ചിട്ട് പോയി. വേറെ ഒരു USA-കാരൻ നല്ല കാശുകാരനെ കണ്ടപ്പോ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു. എന്ന് പറഞ്ഞ രക്ഷയില്ലാത്ത കരച്ചില്. കേട്ടില്ലേ? അപ്പൊ വെള്ളം അടിച്ചപ്പോ അണ്ണന്റെ ഉള്ളിൽ കിടന്നെല്ലാം തള്ളി പുറത്തേക്ക് വന്നു. പിന്നെ ഇയാളെ ഇട്ടിട്ട് പോയെന്ന് പറഞ്ഞ് അവിടെ കിടന്ന് മൂങ്ങിയെന്ന്. ഇതിനൊക്കെയാണ് ചേച്ചി പറഞ്ഞ് പൊസസീവ്നെസ് എന്നൊക്കെ പറഞ്ഞ് ചെറുതാക്കി കളഞ്ഞത്. എന്തായാലും തീർന്നില്ല, കുറച്ചും കൂടെ ഉണ്ട്, അതും കൂടെ കേൾക്കാം. അതെന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പൊ USA പ്രോഗ്രാം എന്നാണ്, അത് സേവ് ചെയ്ത് വെച്ചോണം. ഇതിന്റെ ഇടയിൽ നിങ്ങൾക്കറിയാത്തതായിട്ടുള്ള പല കഥാപാത്രങ്ങളുണ്ട്. ഇതിന്റെ ഇടയിൽ അവരൊന്നും ഇങ്ങനെ ഒരു കല്യാണ ഫംഗ്ഷൻ ആയിട്ടോ അല്ലെങ്കിൽ പുറത്തേക്ക് വൈഫാന്നുള്ള രീതിയിൽ വരുന്നില്ല എന്നുള്ളൂ. പക്ഷെ ചുറ്റുപാടുള്ള ആൾക്കാർക്കും എല്ലാവർക്കും അറിയണ കാര്യങ്ങൾ. ഇനി ഏതൊക്കെ രാജ്യത്ത് ഏതൊക്കെ പ്രോഗ്രാം ഉണ്ടെന്ന് ആർക്കറിയാം. USA പ്രോഗ്രാം, ഓസ്ട്രേലിയ പ്രോഗ്രാം, ഉഗാണ്ട പ്രോഗ്രാം എന്നൊക്കെ പറഞ്ഞ് പല പ്രോഗ്രാമും ഇങ്ങനെ ഫോണിൽ സേവ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ അണ്ണൻ ഒരു മൊത്തത്തിൽ ഒരു ജിഞ്ചിൻ ചാക്കടിയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കല്യാണം കഴിച്ചത് ഈ നമ്മൾ അറിയുന്ന ഈ 4 പേര് മാത്രമില്ല, ബാക്കിയും ഉണ്ട് കുറെ എണ്ണം. ശരിക്കും പറഞ്ഞാൽ ഇത് അതുക്കും മേലെയുള്ള കളികളായിരുന്നു, ചെറിയ കളികളൊന്നുമല്ല കേട്ടോ. ഇജാതി പരിപാടികളാണ് പുള്ളിക്കാരൻ നടത്തിക്കൊണ്ടിരുന്നത്. അതിനെ സപ്പോർട്ട് ചെയ്താണ് മറ്റേ ചേച്ചിയും വന്നിരിക്കുന്നത്. എന്തായാലും ചേച്ചിയുടെ ബാക്കി കൂടെ വീഡിയോ കാണാം. പാടില്ല, പുറത്തു പോകാൻ പാടില്ല, ഇതൊരു ആക്ടറാണ്. ഒരു ആക്ടറിനെ കിട്ടിയ ഒരു സാധാരണ പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം നല്ല രീതിയിൽ ജീവിക്കുന്നവർ ഒരുപാട് പേര് നമുക്കറിയാമുണ്ട്. പക്ഷേ ഈ ഒരു സ്റ്റേജിൽ ഒരുപാട് മെഡിസിൻസ് ഒക്കെ ഞാൻ എങ്ങനെ പറഞ്ഞു തുടങ്ങണമെന്ന് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അറിയത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം ക്രിട്ടിക്കൽ സ്റ്റേജ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ക്രിട്ടിക്കൽ സ്റ്റേജ് അത് ഞാനിപ്പോ പറയുന്നത് ആ കുട്ടിയുടെ
ഡിപ്രഷനെ കുറിച്ചാണ്, അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളെ കുറിച്ചാണ്. ആ പ്രശ്നം ഒരിക്കലും സോഷ്യൽ മീഡിയയിൽ വന്ന് നിന്ന് വിളിച്ചു പോയി ഒരാളുടെ ഇമേജ് കളയാൻ വേണ്ടിയുള്ളതല്ല. അത് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക. ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് PR കൊടുക്കാൻ വേണ്ടിയിട്ട് ബാല ഇത്രയും ഗതികെട്ടവനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ചേച്ചി കുറച്ചുകൂടെ പറയുന്നുണ്ട്, അതും കൂടെ കണ്ടെന്തായാലും നമുക്ക് നിർത്തിയേക്കാം. ഷാജി എന്ന് പറഞ്ഞ് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു അല്ലെങ്കിൽ ഒരു ആത്മഹത്യ എന്ന് വരുത്തി തീർത്ത ആ ഒരു വാർത്ത, അതിനെ ട്രാക്ക് മാറ്റി തിരിക്കുന്ന ഒരു തരത്തിലേക്കാണ് ഈ പറയുന്ന എലിസബത്ത് തന്റെ വീഡിയോയിൽ, എലിസബത്ത് ഉദയൻ എന്ന് പറയുന്ന ചാനലിൽ ഡോക്ടറാണെന്ന് പറയുന്നു. ഞാനൊരു കാര്യം നിങ്ങളോടൊക്കെ ചോദിച്ചോട്ടെ, ഡിപ്രഷനും കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ, നിങ്ങളൊരു ഡോക്ടറാണ്. ആസ് എ ഡോക്ടർ നിങ്ങൾ ഒരു ബ്ലഡ് എങ്കിലും, ഒരു തുള്ളി ബ്ലഡ് എങ്കിലും ഈ പറയുന്ന നിങ്ങളുടെ പഴയ എക്സ് ആയിട്ടുള്ള ഹസ്ബൻഡിന് നിങ്ങൾ കൊടുത്തോ ഇല്ലയോ? കൊടുത്തോ ഇല്ലയോ? ഭയങ്കര സ്റ്റൈലിലൊക്കെ പറയും. ചോദ്യങ്ങൾക്കുള്ള മറുപടിയൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ കുറച്ചു മുമ്പല്ലേ ചേച്ചി പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് ഒന്നും ഇടരുത്, അതിന് മറുപടിയായിട്ട് ഞാൻ വീണ്ടും വരൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ ഡയലോഗ് ഒക്കെ അടിച്ചായിരുന്നല്ലോ. ഇപ്പൊ ചേച്ചി തന്നെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നല്ലേ അതിനർത്ഥം? എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്ക് ചേച്ചി, ബാക്കി കൂടെ കേൾക്കാം. എന്താ പറയണ്ട, പല കാര്യങ്ങളിലും ചോദ്യചിഹ്നമാണല്ലോ എലിസബത്തെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഡോണ്ട് നോ. എലിസബത്ത് നല്ലൊരു ഡിപ്രഷനിൽ പിടിച്ച് ഇപ്പോ താളം തെറ്റിയിരിക്കുന്ന ഒരു എന്താ പറയേണ്ടതല്ലേ, എന്റെ ഇത് വെച്ചിട്ട് വീണ്ടും വീണ്ടും അതായത് കൂടെ ജീവിച്ചിരുന്നപ്പോ തന്നെ ഒരു വ്യക്തിയെ വളരെയധികം ബ്രൂട്ടലി ഇടിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ എന്താ പറയണ്ടേ, എന്താ പറഞ്ഞാലാണ് എന്താ പറയണ്ടെന്ന് നിങ്ങൾ എന്നെ പറഞ്ഞിട്ട്. എന്റെ പൊന്നു ചേച്ചി, എന്തുവാ നിങ്ങൾ ഈ പറയുന്ന? നിങ്ങൾക്ക് എന്തും പറയണ്ടേന്ന് പോലും അറിയത്തില്ല. കേൾക്കുന്ന നമുക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ മനസ്സിലാവട്ടെ. എന്റെ പൊന്നു ബാലചേട്ടാ, ഈ മാതിരി സാധനങ്ങളെയൊക്കെ ചേട്ടൻ അറിയാമെങ്കിൽ ഇവരുടെ ഒന്നും കയ്യിൽ ഈ വീഡിയോ ചെയ്യാൻ പറഞ്ഞു വിടാതെ. എന്റെ പടച്ചോനെ, ഇതെന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.